കണ്ടില്ലേ, ഞാൻ നല്ല കറക്റ്റായിട്ട് ഇത് ഏർലി മോർണിംഗ് ആണ് ഞാൻ ആ വീഡിയോ ഇട്ടത്. അപ്പം കറക്റ്റായിട്ടുള്ള കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര രോഗമല്ല അവന്മാർക്ക് കേട്ടോ. അവന്മാരും ഗ്യാസ് ലൈറ്റ് ചെയ്യുക. അങ്ങനെയോ അതില്ലയോ ഇതില്ലയോ മരുന്ന് കഴിക്കുന്നില്ലയോ മറ്റേതല്ലയോ ഒന്നും പറ്റുന്നില്ല അവന്മാർക്ക്. അപ്പം സത്യങ്ങളൊക്കെ വിളിച്ച് പറയുമ്പോൾ നമുക്ക് ഭയങ്കര രോഗം. ഞാൻ പറഞ്ഞില്ലേ, ലിവർ എന്ന് പറയുന്ന സാധനം നമ്മളുടെ ആൽക്കഹോള് ഡ്രഗ്സിനെയൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്ത് അതിൻ്റെ ആ പവറെല്ലാം കളഞ്ഞിട്ട് നല്ല നമ്മളുടെ അതാണ് ലിവറിൻ്റെ ഫങ്ഷൻ. ഭയങ്കര പവറുള്ള ഫങ്ഷൻസാണ് ലിവർ ചെയ്യുന്നത് കേട്ടോ. മനസ്സിലായില്ല? അത് തന്നെയല്ല, റീജനറേറ്റ് ചെയ്യും തന്നെത്താനെ. എത്ര ഇതായാലും ഒരു ശകലം അത് ലിവർ റീജനറേറ്റ് ചെയ്ത് വരാൻ അങ്ങനെയൊന്നും അതങ്ങൊന്നും പോകത്തൊന്നുമില്ല. ലിവർ ട്രാൻസ്പ്ലാന്റ്, ട്രാൻസ്പ്ലാന്റ് അങ്ങനെയൊക്കെ ഒന്നും നിങ്ങൾ വിശ്വസിക്കുകയേ ചെയ്യരുത്. ഇതെല്ലാം വലിയ ലോബി സംഘമാണ്. അപ്പം ലിവറിൻ്റെ ഫങ്ഷനാണ് ടോക്സിൻസിനെ കളയുക എന്നുള്ളത്. നമ്മുടെ ബ്ലഡിൽ നിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്ത് അതിനെല്ലാം മാറ്റുക. ഭയങ്കര പവർഫുൾ ഫങ്ഷനാണ് നമ്മുടെ ലിവർ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ എക്സാക്ട്ലി ദ വേർഡ് വരെ വിത്തൗട്ട് ഈവൻ റീഡിങ് ദ ഗൂഗിൾ ഐ സെഡ് ബ്രേക്ക് ഡൗൺ എന്നുള്ള വേർഡ്. അതാണ് ബ്രേക്ക് ഡൗൺ ചെയ്യും ഇതിനെയെല്ലാം. കണ്ടില്ലേ, ഇതൊക്കെ ഞാൻ നല്ലപോലെ പഠിച്ചതാണ്. ചുമ്മാ അലവായിട്ട് അലയ്ക്കുന്നത് കേട്ടോ. നല്ലപോലെ LLBയും MBAയും പിന്നെ നല്ല ശരിക്ക് മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷനും നല്ല പഠിച്ച് ജോലി ചെയ്ത മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ ഞാൻ വാങ്ങിച്ച കാശൊന്നും അടുത്ത് എഡിറ്ററിലും വാങ്ങിച്ചില്ലായിരുന്നു. അതിന് എഡിറ്റർ അങ്ങ് പിണങ്ങിപ്പോയായിരുന്നു. ഞാൻ 17 വാങ്ങിച്ചിട്ടുണ്ട്. 17,000 ഇൻ 2000 ബിഫോർ 2014 ആക്ച്വലി, മച്ച് ബിഫോർ 2014. അപ്പം അങ്ങനെ നമ്മൾ നല്ല ശരിക്കും ചെയ്തതാണ്. നല്ല റെഡിക്ക് പഠിച്ച് തന്നെ ചെയ്ത മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷനൊക്കെ വിത്തൗട്ട് ഈവൻ സ്റ്റെത്മാൻസും അതും ഇതും ഒന്നും നോക്കാതെയായിരുന്നു ഞാൻ അടിച്ചു വിടുന്ന ഫയല്. മനസ്സിലായില്ലേ? പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ശരിക്ക് പഠിച്ചിട്ട് തന്നെ. അപ്പം അമേരിക്കയിലൊക്കെ ഒരു മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷനിസ്റ്റ് ആവണമെങ്കിൽ 2.5 ഇയേഴ്സ് നല്ല ഡോക്ടേഴ്സിൻ്റെ കൂടെ ഫുൾ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യണം. ഏകദേശം എന്ന് വെച്ചാൽ പിന്നെ ഒരു 2.5 വർഷം കൊണ്ടുണ്ടെങ്കിൽ MBBS കയ്യിലിരിക്കും. മനസ്സിലായില്ലയോ? അപ്പോൾ അതുപോലെ പഠിച്ചതാണ് നമ്മളും. നല്ല ശരിക്ക് പഠിക്കുന്നതൊക്കെ വളരെ വളരെ വേണം എന്നുള്ള രീതിയിൽ തന്നെ പഠിച്ചതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കമന്ന് കിടന്ന് ഇവളുമാരുടെ കൂട്ട് പുസ്തകത്തിൻ്റെ അടുക്കലൊന്നും ഇരുന്നിട്ടേ ഇല്ല. ഈവൻ ടൈപ്പിംഗ് ചെയ്യാത്ത സമയത്ത് പോലും നമ്മൾ ടൈപ്പിംഗ് പക്ഷേ അതൊക്കെ ടൈപ്പിംഗൊക്കെ ഈശ്വരൻ അതൊക്കെ നമ്മുടെ കൈയുടെ തുമ്പിക്കൊണ്ടൊന്നും തന്നിട്ടുണ്ട്. ബുദ്ധിയും ശക്തിയും എല്ലാം വലിയവനായ എൻ്റെ ഈശ്വരൻ എനിക്ക് തന്നിട്ടുണ്ട്. ഇവന്മാരും ചെയ്യുന്ന കള്ളത്തരങ്ങൾ കാണിച്ചു തരാനുള്ള ബുദ്ധിയും എല്ലാം എനിക്ക് ഈശ്വരൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഉൾക്കാഴ്ച തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇവന്മാരും ഒക്കെ ചെയ്യുന്നതെന്നുള്ള ഉൾക്കാഴ്ച. ഞാൻ പറഞ്ഞതൊന്നും തെറ്റല്ല. ഇത് ലിവർ നീ ഒന്ന് കാണിച്ചു നോക്കടാ വല്ലവരെയും കൊണ്ടുപോയി നല്ല ശരിക്ക്. ഞാൻ പറഞ്ഞതൊക്കെ നീ വല്ലവരെയൊക്കെ എന്താടാ കാണിക്കാത്തത്? എന്താടാ 5 വ്യൂസ് മാത്രം ഇടുന്നത്? എല്ലാവരെയും കൊണ്ടുപോയി നല്ല ശരിക്ക് കാണിയിടാം. വട്ടാർക്കാന്ന് അന്നേരം പറയും. വട്ടാണോ പറയുന്നത് കാര്യമാണോ പറയുന്നതെന്ന് അന്നേരം അവർക്കെല്ലാം മനസ്സിലാവും കേട്ടോ. നിനക്കൊക്കെ ആ പ്രാന്ത് സുബ്രഹ്മണ്യൻ വിളിച്ചു പോകുന്നതാണ് പ്രാന്ത്. ഞാൻ ഇവിടെ പറയുന്നതൊക്കെ വളരെ ജെനുവിനായിട്ടുള്ള കാര്യങ്ങൾ, ഗൂഗിളിനകത്ത് കിടക്കുന്ന കാര്യങ്ങൾ. ടാർഗറ്റഡ് ഇൻഡിവിജ്വൽസ് നിങ്ങൾ സെർച്ച് ചെയ്തോ? ടാർഗറ്റഡ് ഇൻഡിവിജ്വൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവരെങ്ങനെയൊക്കെയാണ് പാവം ഈ ടാർഗറ്റഡ് ഇൻഡിവിജ്വൽസിനെ ഇവന്മാർ എന്തെങ്ങനെയൊക്കെയാണ് ഹരാസ് ചെയ്യുന്നത്? എന്തൊക്കെ വെച്ചാണ് ഇലക്ട്രോണിക് ഹരാസ്മെൻറ്റ്, അങ്ങനെ പല രീതിയിലുള്ള ഹരാസ്മെൻ്റ് ഉണ്ട്. V2K, ന്യൂറൽ ഇമേജിങ്, ദിസ് ആൻഡ് ദാറ്റ്. പിന്നെ ക്ലോസ്ലി വാച്ച് ചെയ്യുക. നമ്മളെന്താ കഴിക്കുന്നത്, നമ്മളെങ്ങോട്ട് പോകുന്നു, നമ്മളെന്ത് സംസാരിക്കുന്നു, ഇവനൊക്കെ ആരാണ് നമ്മളെ വാച്ച് ചെയ്യാൻ? 2-3 അർജുൻ DK, പിന്നെ ഒരുത്തൻ ഹണി ബഡ്ജർ എന്ന് പറഞ്ഞുകൊണ്ട് കുറേ അവന്മാർ ഫേക്ക് IDs ആണ്. എല്ലാം ഫേക്കാണ്. ഇങ്ങനെ കയറിയിരിക്കുക ഫേക്കന്മാർ. ഫുള്ള് ഫേക്കന്മാരാണ്. എന്നോട് ഇന്ന് ഒരാൾ പറഞ്ഞു ഫുൾ ഫേക്കന്മാരാണ് ദീപ. ഇവന്മാർക്കൊന്നും ഒരു ജെനുവിനിറ്റിയും ഇല്ല, ഒരു പേഴ്സണാലിറ്റി ഇല്ല, തേർഡ് റേറ്റ് ബാസ്റ്റേഴ്സ് ആണെന്ന്. അപ്പോൾ ഇങ്ങനെയാണ് നല്ല ചങ്കൂറ്റോ നട്ടല്ലും ഉള്ളവനൊക്കെ നല്ല ഫേക്ക് ഐ ഡി ഒക്കെ കളഞ്ഞേച്ച് നേരിട്ട് വാടാ. നല്ല ചുണയുള്ളവന്മാർ നേരിട്ടോ. എന്തിനിങ്ങനെ പമ്മിയിരുന്ന് ഏത് പട്ടിയും കുരയ്ക്കും, ഏത് പട്ടിക്കും കുരയ്ക്കാം പമ്മിയിരുന്ന്. നേരിട്ട് വന്ന് കുരയ്ക്കണം. പഠിച്ച കാര്യങ്ങൾ അങ്ങോട്ട് പറയുന്നത്. അതുകൊണ്ട് ലിവർ ഡിസീസ് നിങ്ങളൊന്നും പേടിക്കല്ലേ. ലിവർ ഡിസീസ് ലിവർ അത്ര വലിയ ഭയങ്കര സെൻസിറ്റീവ് സോഫ്റ്റ് ഒന്നുമല്ല ലിവർ. ഭയങ്കര നമ്മുടെ ഈശ്വരൻ നല്ല ശരിക്ക് പവർഫുള്ളായിട്ടാണ് എല്ലാത്തിനെയും നമ്മളെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മളുടെ അങ്ങനെയൊന്നും ഇതാകത്തില്ല. അതുപോലെ നിങ്ങൾക്കെല്ലാം അറിയാം നമ്മുടെ ഭഗവാൻ കൃഷ്ണൻ്റെ ഹാർട്ട് ജഗന്നാഥപുരിയിലിരിപ്പുണ്ട്. കത്തിയില്ല എന്നുള്ളതാണ്. അത്രയ്ക്ക് പവർഫുള്ളാണ്. ഒരു റിയാക്ടറിൻ്റെ പവർ ഉണ്ടെന്നാണ് പറയുന്നത് അതുപോലെ നമ്മുടെ ഇപ്പം തന്നെ പറയും നമ്മുടെ ഹാർട്ടിൻ്റെ ആ ഒരു പവർ നമ്മുടെ ബോഡിയുടെ ഇത്ര അകലം വരെയും ആ ഇടിക്കുന്ന ഇത് നമുക്ക് അറിയാം എന്നുള്ളതാണ്. ഇതൊക്കെ നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ. അത്രയ്ക്കും പവറുണ്ട് നമ്മുടെ ഹാർട്ടിന്. മനസ്സിലായില്ലേ? അതിൻ്റെ ആ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇതൊക്കെ ഉണ്ട്. അതിനെല്ലാം ഇത്ര പവർ ഉണ്ടെന്നുള്ളതാണ്. ഇവന്മാരിങ്ങനെ വെറുതെ ഇരുന്ന്
കുരയ്ക്കുക ഒന്നും അറിയാത്ത ഈ തേർഡ് റേറ്റ് ലൂട്ടേഴ്സ് ഒത്തിരി ഉണ്ട്. നാണോ മാനോ ഇല്ലാതെ ഇങ്ങനെ ലൂട്ട് ചെയ്ത് മറ്റുള്ളവരെക്കുറിച്ച് കഥകളും ഉണ്ടാക്കി നടക്കുന്ന ഇതാണ് പണിയന്മാർക്ക്. ഇപ്പം ഒരുവനെയും കൊണ്ട് വന്നിട്ടുണ്ട്, സിജി സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നൊരു ബാസ്റ്റേഡിനെ കൊണ്ട്. 12:13 ഇപ്പം 12:13. ഞാൻ എൻ്റെ വീട്ടിലാണ്, ഇവിടെ ഒന്നും ആരുമില്ല, ഞാനും എൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ ഇവിടെ. എപ്പോഴും നമ്മൾ പറയുന്നുണ്ട് ഭയങ്കര കള്ളത്തരങ്ങളാണ് ഇവന്മാർ നടത്തുന്നത്. ഇന്ന് വന്ന അതുപോലെ നമുക്ക് ഡൗട്ടുണ്ട്, ഇന്ന് വന്നവൻ എന്തോ അവന് അവിടെ ബൈക്ക് വെച്ചിട്ട് അവനിങ്ങനെ നടന്നു വന്നിട്ട് അവൻ നമ്മുടെ വീട്ടിൽ വരുന്ന മീറ്റർ റീഡർ അല്ലായിരുന്നു. അത് തന്നെയല്ല, ആ മീറ്റർ റീഡർ നമ്മുടെ വീട്ടിൽ വന്നുകൊണ്ടിരുന്ന മീറ്റർ റീഡർ ഇതുവഴി പാസ് ചെയ്യുകയും ചെയ്തു. അതുപോലെ നമ്മുടെ വീട്ടിൽ ഇപ്രാവശ്യം കറണ്ട് ബില്ല് ഭയങ്കരമായിട്ട് കുറയേണ്ടതാണ്. കഴിഞ്ഞ ഒരു മാസം എൻ്റെ അമ്മ ഇവിടെ ഇല്ലായിരുന്നു, 1 മന്തേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഫുൾ മന്ത് നമ്മളൊരു TV പോലും വെച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം, മനസ്സിലായില്ലേ? അതുപോലെ മോട്ടറൊക്കെ യൂസ് ചെയ്യുന്നത് വളരെ കുറവായിരുന്നു. അപ്പോൾ ഇതെങ്ങനെ ഇങ്ങനെ വന്നു എന്നുള്ളത് നമുക്കറിയത്തില്ല. ഈ കള്ളനുമാണ് വന്നത്, ഇതേതോ ഒരു കള്ളനാണ് വന്ന് നമ്മുടെ മീറ്റർ റീഡ് ചെയ്തിരിക്കുന്നത്. എന്താണ് ഉദ്ദേശം നമുക്കറിയത്തില്ല. ഞാനിതെല്ലാം ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഐ എം ദീപ എസ് പണിക്കർ ഹിയർ ഇൻസൈഡ് മൈ ഓൺ ഹൗസ്, സഹദേവ മന്ദിരം, ഓലട്ടിയമ്പലം, ബിയോ മാവേലിക്ക. ഇത് എൻ്റെ ഷെയറാണ്, ഇതാണ് എൻ്റെ 146 സെൻസ് ഓഫ് ലാൻഡ് എൻ്റെ ഇതിലുണ്ട്, എൻ്റെ മാത്രമാണ്. വേറെ ആർക്കും ഒരു അവകാശങ്ങളും ഇല്ല. ഇതെൻ്റെ മകൾക്കാണ്.